ഊട്ടി പോകുന്ന എല്ലാവരുടെ ആഗ്രഹമായിരിക്കും ടോയ് ട്രെയിനിൽ ഒന്ന് കയറണം എന്ന്. ടോയ് ട്രെയിനിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് മേട്ടുപ്പാളയം ടു ഊട്ടി, മറ്റേത് ഉദകമംഗലം ടു കൂണൂർ. മേട്ടുപ്പാളയം റൂട്ട് എടുക്കുമ്പോൾ കുറച്ചധികം സീനറീസ് ഉണ്ടെങ്കിലും ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മിക്കവരും പ്രിഫർ ചെയ്യുന്നത് ഉദകമംഗലം ടു കൂണൂർ റൂട്ടാണ്. ഏകദേശം 1 മണിക്കൂർ യാത്രയുള്ള ഈ ടോയ് ട്രെയിനിൽ കാഴ്ചകൾ കാണാനുണ്ടോ എന്നുള്ളതിന് ഉത്തരമാണ് വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന കുറച്ച് ഷോർട്സ്. തുരങ്കങ്ങളും മലകളും പൈൻ മരങ്ങളും എല്ലാം കണ്ടുകൊണ്ടുള്ള ഈ ടോയ് ട്രെയിൻ യാത്ര എന്തായാലും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ 2-വേ ടിക്കറ്റ് എടുക്കണോ എന്ന് ചോദിച്ചാൽ നോ തന്നെയാണ് ആൻസർ. ടോയ് ട്രെയിൻ ടിക്കറ്റ്സ് കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ടോയ് ട്രെയിനും മറ്റു സൈഡ് ബസ്സും ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സൈഡ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് തന്നെ 160 റുപ്പീസാണ്. എന്നാൽ ബസ്സിന് വെറും 16 രൂപയാണ് ആവുന്നുള്ളൂ. കൂണൂർ ആയാലും ഉദകമംഗലം ആയാലും 2 റെയിൽവേ സ്റ്റേഷന്റെയും തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. ഈ ട്രിപ്പ് ഷോർട്ട് ടൈമിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ടിക്കറ്റ്സ് ആണ് കൺഫേംഡ് ആയിരുന്നുള്ളൂ. മറ്റേ സൈഡ് വെയിറ്റിംഗ് ലിസ്റ്റിന്റെ വിഷമം മാറിയത് TTRനോട് സംസാരിച്ചപ്പോഴാണ്. ഉദകമംഗലം ടു കൂണൂർ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:15-നാണ്. 9 മണിക്ക് സ്റ്റേഷനിൽ എത്തിയത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഫോട്ടോസ് ഒന്നും അധികം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കൂണൂർ ടു ഉദകമംഗലം വരുന്ന ട്രെയിൻ സെപ്പറേറ്റ് ട്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടി. അത് വൺ സൈഡ് ബസ് ചൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയും ഏതെങ്കിലും ഒരു റൂട്ട് നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ടോയ് ട്രെയിനിന്റെ സ്റ്റേഷൻസ്. മനോഹരമായ ടോയ് ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വഴിയോര കടകളിൽ നിന്ന് ഇഷ്ടം പോലെ നമുക്ക് പച്ചക്കറികൾ മേടിക്കാൻ പറ്റി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. ഡൊഡാബെട്ട പീക്കിന്റെ അടുത്തുള്ള ചോക്ലേറ്റ് ഫാക്ടറിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ആൻഡ് ടീ ഫാക്ടറി കാണാനുള്ള സൗകര്യമുണ്ട്. ചോക്ലേറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും തേയില പറിച്ച് എങ്ങനെയാണ് പാക്കറ്റ്സിൽ നമുക്ക് കിട്ടുന്നതെന്നും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ചായ അല്ലെങ്കിൽ കാപ്പി കിട്ടിക്കഴിയുമ്പോൾ ഹാപ്പി ആവുന്നവരാണ് മിക്ക മലയാളികളും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ മടുപ്പൊന്നും തോന്നിയില്ല. ഓരോ മെഷീന്റെ അടുത്ത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പ്ലക്കിംഗ് തൊട്ട് പാക്കേജിംഗ് വരെയുള്ള എല്ലാ പ്രോസസ്സും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ചായയും കിട്ടും. ആവശ്യക്കാർക്ക് തേയില വാങ്ങാനുള്ള സൗകര്യമുണ്ട്. വെറൈറ്റി ചായപ്പൊടികളെല്ലാം ഇവിടെ കിട്ടും. വീട്ടിലേക്ക് തേയിലയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യാനാണ്. ഈ ഫാക്ടറിയിൽ തന്നെ ചോക്ലേറ്റും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റി. ലോക്കൽ ഷോപ്സിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ കിട്ടുമെങ്കിലും ക്വാളിറ്റി ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് പ്രിഫർ ചെയ്തത്. പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നീൽഗിരീസിനോട് ഗുഡ് ബൈ പറയേണ്ട ടൈമായി. യാത്രകൾ എപ്പോഴും മനോഹരമാവുന്നത് നന്നായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെടുന്നവർക്ക് ഇത് ഉപകാരപ്പെടണം എന്ന് വിശ്വസിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി റിപ്ലൈ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടി